ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ. സോ ഇന്ന് ഒരു ബാഡ് ന്യൂസ് ആയി. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കാനിരുന്ന വാർത്താ സമ്മേളനം GCDA തടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തെന്നാൽ, ഇതിന് മുൻപ് GCDA തീരുമാനിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ സ്റ്റേഡിയത്തിൻ്റെ റെൻറ്റ് 8 ലക്ഷം രൂപ എന്നതിൽ നിന്ന് കുറച്ച് 2 ലക്ഷം രൂപയായി കുറച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നലെ നടന്ന GCDA മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിൽ 4.2 ലക്ഷം രൂപ ആക്കിയാൽ മാത്രമേ മാച്ച് നടത്താനാവൂ എന്നൊരു തീരുമാനം അവരെടുത്തു. ആ ഒരു കരാറിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ലെന്ന വിശദീകരണം നൽകിയാണ് GCDA ബ്ലാസ്റ്റേഴ്സിൻ്റെ വാർത്താ സമ്മേളനം തടയുകയും അവിടെ വന്ന വാർത്താ മാധ്യമ പ്രവർത്തകരെ പ്രസ് റൂമിൽ നിന്നും ഇറക്കി വിട്ടിട്ട് അത് പൂട്ടുകയുമാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മഞ്ഞപ്പട ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഈ വീഡിയോ റീഷെയർ ചെയ്ത് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് മാത്രമല്ലാതെ ഒരു പോസ്റ്റും അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, നാളത്തെ മത്സരം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനാകില്ല. സോ എന്തെങ്കിലും ഒഫീഷ്യൽ ന്യൂസ് അറിയുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയി തന്നെ ചെയ്യുന്നതാണ്. സോ നാളത്തെ മത്സരം നടക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെയും ഒരു കൺഫേം ആയിട്ടുള്ളൊരു ന്യൂസ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? GCDAയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ആക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.